അമിതമായിട്ട് മുടി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുടി പൊട്ടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്, മുടിയുടെ ഉള്ളു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന കമൻസും മെസ്സേജസും ഇതൊക്കെയാണ്. ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോ അതിനൊരു സൊല്യൂഷനാണ്. നിങ്ങളുടെ മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ മുടി ഒഴിച്ചിൽ തടയാനും, മുടി പൊട്ടിപ്പോകുന്നത് തടയാനും, മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹെയർ പാക്ക് പറയുന്നുണ്ട്, ഒരു ഹെയർ സിറം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. എല്ലാം ഹോംലിയാണ്, ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഇത് ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുക, റുട്ടീനിൽ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മാറ്റം അറിയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു ഹെയർ ഫോൾ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളതിൻ്റെ ഫുൾ സ്റ്റോറി, ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നു, നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് പോലെ ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മുടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു പിടിച്ചു. ഇനി ഒരു 10% കൂടെ തിരിച്ചു വരാനുണ്ട് മുടിയുടെ പഴയ ആ ഒരു ഹെൽത്ത്. എന്നാലും ഞാൻ മുടി അത് എങ്ങനെ ഡാമേജ് ആയിരുന്നോ അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് എൻ്റെ മുടി ഞാൻ വളർത്തിയെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അങ്ങനത്തെ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി തിരിച്ച് വളർത്തിയെടുക്കാനായിട്ട് പറ്റും, എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ മുടിയെ ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ മുടി വെട്ടി കളയേണ്ട ആവശ്യമില്ല, വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ടിപ്സിലേക്ക് പോകാം. ഇന്നത്തെ ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആവാം, ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ മുടി കൊഴിച്ചിനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുക. കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിന് ചികിത്സ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ മുടി കൊഴിച്ചിലിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ച് ആദ്യം ഞാൻ അത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതും നാച്ചുറലായിട്ടാണ്, എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ എൻ്റെ ആ ഒരു സ്റ്റോറി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചിൽ സ്റ്റോപ്പാക്കാനും മുടി പൊട്ടിപ്പോകുന്നത് സ്റ്റോപ്പാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു കെയറും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റും. നിങ്ങളുടെ മുടി കൊഴിച്ചിലിനുള്ള റീസൺ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ആണെങ്കിൽ, ഇനി അതല്ല മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കാരണം അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ള റെമഡി കൂടി വീഡിയോസിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്പർ 1 ആയിട്ടുള്ള കാര്യമാണ് സ്കാൽപ്പ് നല്ല സ്ട്രെങ്തൻ ആക്കി വെക്കുക. സ്കാൽപ്പ് നല്ല സ്ട്രെങ്തൻ ആണെങ്കിൽ, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു പൈസ ചിലവില്ല ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെയർ മസാജിങ് ആണ്. നമ്മുടെ കൈ കൊണ്ട് 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും, റൂട്ട്സ് നല്ലതായിട്ട് ആക്റ്റീവ് ആകും, മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ആകും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് മുടിയുടെ ഉള്ളു കൂടാൻ തുടങ്ങും. അങ്ങനെ മുടി പൊട്ടിപ്പോകുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുടിക്ക് തീരെ ഉള്ളില്ല എന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാനും സ്കാൽപ്പിൽ നിന്ന് തന്നെ ആ മുടി ഊരി വരാനും ചാൻസ് ആവും. അപ്പോൾ മുടി ഡാമേജ് ആയിപ്പോവും. അങ്ങനെ ഡാമേജ് ആവാതെ നിങ്ങൾക്ക് മുടി മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മസാജിങ് ടൂൾസ് യൂസ് ചെയ്യാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഡ്രൈ മസാജോ ഓയിൽ മസാജോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് കുളിക്കുന്ന സമയത്ത് ഷാമ്പു യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഹെയർ കെയർ റുട്ടീൻസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് വർത്തായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ മസാജ് ചെയ്യുന്നതും നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. ഞാൻ പണ്ട് പോലെ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഡയറ്റിൽ ഒരു 2 മന്ത്സ് ഞാൻ ഡിഫറൻസ് വരുത്തിയപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് വളരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുടി ഭയങ്കര തിക്കാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അകമേ കൊടുക്കുന്ന കാര്യം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ
ബദാം, വാൾനട്ട്, അതുപോലെ ഏത്തപ്പഴം, മുട്ട, ഇലക്കറികൾ, ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനെ നമ്മൾ ഡയറ്റ് കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പം എൻ്റെ മുടി ഒഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി വീണ്ടും റീഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ഭയങ്കര തിന്നായി പൊട്ടിപ്പോകുന്ന മുടിയായിരുന്നത്. ആ മുടി ഇപ്പം നമ്മുടെ ഒരു മുടിക്ക് തീരെ ഉള്ളില്ലാന്ന് വെച്ചു, നമ്മൾ ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുടി തിക്കാവാൻ തുടങ്ങും. ആ ഒരു മുടി തന്നെ വലിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ഹെൽത്തി ആവാൻ തുടങ്ങും. അപ്പോൾ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊരു ബിസി ലൈഫാണ്, ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. ഹെൽത്തി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ആണ് മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ്സ്, അതുപോലെ ഫിഷ് ഓയിൽ. ഇതൊക്കെ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫിൽ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളി, ചെമ്പരത്തി ഇല, ഇതൊന്നും മാത്രം പോരാ, ഷാംപൂ യൂസ് ചെയ്യണം, തീർച്ചയായിട്ടും വേണം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കണ്ടീഷണറും അത് തന്നെ. ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആക്കത്തില്ല. അതുപോലെ തന്നെ എന്നും ഷാംപൂ ഇന്നൊരു ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രം ഷാംപൂ യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറുക. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഒരുപാട് ഓവറായിട്ടുള്ള ഷാംപൂ ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല. വളരെ ലൈറ്റായിട്ടാണ്. ഞാൻ എങ്ങനെയാണ് ഷാംപൂ ചെയ്യുന്നത്, ഹെയർ വാഷ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും. നിങ്ങളെപ്പോഴും ഷാംപൂ, കണ്ടീഷണറൊക്കെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ അനുസരിച്ചിട്ടാണ്. ഡ്രൈ ഹെയറിന് അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ, കണ്ടീഷണറാണ് വരുന്നത്. ഓയിലി ഹെയറിന് അതനുസരിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ നോക്കിയിട്ട് വേണം എപ്പോഴും ഷാംപൂവും കണ്ടീഷണറും ചൂസ് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നിങ്ങളുടെ മുടി ഡാമേജ് ആണ്, ഭയങ്കരമായിട്ട് ഊരി പോകുന്നുണ്ട്, പൊട്ടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈല് ചെയ്യാതിരിക്കുക. മുടി ഹീറ്റ് ആവുന്ന ടൈപ്പിലുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നിങ്ങളുടെ മുടിയിലേക്ക് കിട്ടുവാണെങ്കിൽ പോലും അതുപോലും മുടി ഡാമേജ് ആക്കും. അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് ചൂടുള്ള സാധനങ്ങൾ മുടിയിലേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി എത്രത്തോളം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഞാൻ ചെയ്യുന്നത് പിന്നി ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്. എന്നിട്ട് കൂടി വെയിൽ കൊണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മുടി ഭയങ്കര പിരുവിരാന്നിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത്രയും ചൂട് മുടിയിലേക്ക് കൊടുക്കുമ്പോൾ ആ മുടി എത്രത്തോളം ഡാമേജ് ആവുകയാണ്. അതും ഡെയിലി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ലുക്ക് നഷ്ടപ്പെടും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ ഹീറ്റ് യൂസ് ചെയ്ത് താൽക്കാലിക ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുടി ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഇത്തരം സ്റ്റൈലുകൾ കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യുക. മുടി ഹെൽത്തി ആയി കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി നിങ്ങളത് ചെയ്യാതിരിക്കുക. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മുടി ഫുള്ളായിട്ട് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങാം. ഇനി അടുത്തതായിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും നല്ല സ്ട്രെങ്തൻ ആവാനും ഹെൽത്തി ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ബൗളിൽ ഫ്രഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതോ ആവാം ആലോവേരയുടെ ജെല്ലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസ് സ്പൂണിൽ ഒരു സ്പൂണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ, അതുകൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, മുടിയിലും തേച്ച് പിടിപ്പിക്കുക. അപ്പം നിങ്ങൾ തലയിലും മുടിയിലും തേക്കുന്നതിന് മുമ്പായിട്ട് ഇതൊരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് തലയിലേക്ക് തേക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മുടിയിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് മുടി അവിടെ വെച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഹെയർ സിറം പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ചെയ്യാം. ഇത് നല്ലൊരു റെമഡിയാണ്. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവാനായിട്ടും മുടി ഉള്ളു വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി റെമഡിയാണ്. എക്സ്പെഷ്യലി നമ്മുടെ റൂട്ട്സിന് ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്തനിങ് ഫീല് കിട്ടും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെമഡിയാണിത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ഹെയർ മാസ്ക് പറഞ്ഞുതരാം. ഒരു ബൗളിൽ തൈര് എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് സെയിം തന്നെ ഈ ഒരു എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 20-25 മിനിറ്റ് തലയിൽ വെക്കാം. ഇതും അടിപൊളി ഒരു റെമഡിയാണ്. മുടി കൊഴിച്ചിൽ മാറാനായിട്ടും നല്ലതായിട്ട് സ്ട്രെങ്തൻ ആവാനായിട്ടും മുടിക്ക് നല്ല നീളം വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. കാരണം ഇതിൽ പ്രോട്ടീൻ ഉണ്ട് ധാരാളമായിട്ട്. നമ്മുടെ മുടിക്ക് വേണ്ടതും പ്രോട്ടീനാണ്. അപ്പോൾ ഇത്
നമ്മുടെ തലയിൽ തേക്കുമ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഒരു അടിപൊളി ഹെയർ തിക്കനിങ് സെറം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നിങ്ങൾ കുറച്ച് ആവണക്കെണ്ണ എടുക്കുക. ആവണക്കെണ്ണ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ വാങ്ങിക്കുക കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടില്ല. ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ്. അതല്ല നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ളതേ കിട്ടുള്ളൂ. അപ്പോൾ ആവണക്കെണ്ണ എടുക്കുക. ഒരു എത്ര നിങ്ങളിപ്പോൾ ഒരു 3 സ്പൂൺ, ഒരു വലിയ സ്പൂണ് ആവണക്കെണ്ണ എടുത്തെന്ന് വെച്ചു. അതിലേക്ക് നിങ്ങൾ 2-3 വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അത് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണ ചേർക്കാം. എനിക്ക് പേഴ്സണലി ഡയറക്റ്റ് വെളിച്ചെണ്ണ എനിക്കിഷ്ടമല്ല. എനിക്ക് വെന്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ, അത് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇതൊക്കെയാണ് എനിക്ക് മുടിക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ മിക്സ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഹെയർ ഓയിൽ ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചേക്കുക. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ നിങ്ങൾ സൺഡേ ഒക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു 20 മിനിറ്റ് മുമ്പായിട്ട് ഇത് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ ഷാമ്പൂ ചെയ്ത് കളയാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങൾ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് സ്റ്റിക്കിയാണ്, മുടി കുറച്ച് ഒട്ടിയിരിക്കും. നിങ്ങൾക്കത് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വിടാം. അല്ല കഴുകി കളയണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഷാമ്പൂ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ടാണ് മസാജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലും യൂസ്ഫുൾ ആണ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിംഗ് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ സൈഡിൽ ഐക്കാർഡിലോ കൊടുത്തേക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലപോലെ മുടിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്തനിങ് ഫീൽ മാത്രമല്ല, നിങ്ങൾക്കൊരു റിലാക്സിങ് ഫീൽ കൂടി കിട്ടും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടിപ്സുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അത് അറിയിക്കുക. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ കൂടി കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടതിൽ കമൻറ്റ്സ് വന്നിട്ടുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 1-2 കമൻറ്റ്സ് ആണ്. സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത വീഡിയോസും ആ കമ്മ്യൂണിറ്റി ടാബിലെ കമൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതനുസരിച്ച് അതിനുള്ള സൊല്യൂഷനുമായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും